ഗുഡ് മോർണിംഗ്. ഹായ്, എൻ്റെ പേര് ടെറിൻ തോമസ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഫോർ പാസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ട്. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് 2012 ഇയറിലാണ്. ഞാൻ ഈ MEP ഫീൽഡിലേക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നമ്മൾ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ തന്നെ പല ഫീൽഡുകളിലും അന്വേഷിച്ചിരുന്നു. നമുക്ക് ഏത് ഫീൽഡിലാണ് പെട്ടെന്ന് ജോലി സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ MEP ഫീൽഡിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അങ്ങനെയാണ് എൻ്റെ കരിയർ ഇതിൽ ഞാൻ സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ UAE വർക്ക് ചെയ്യാണ് ഒരു കൺസൾട്ടിങ് ഫേമിൽ മെക്കാനിക്കൽ ഇൻസ്പെക്ടർ പൊസിഷനിൽ. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻഡ് സെഷൻസിലേക്ക് നീങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബേസിക്കലി നമ്മുടെ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്നൊരു സബ്ജക്റ്റിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എയർ കണ്ടീഷനിങ്ങിൻ്റെ പല പാർട്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനും. അപ്പോൾ നമ്മൾ ഈ എയർ കണ്ടീഷനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എഞ്ചിനീയറിങ്ങിൽ രണ്ട് മെയിൻ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് തെർമോഡൈനാമിക്സും പിന്നെ ഒന്ന് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും. ഈ രണ്ട് സബ്ജക്ട്സിൽ ഈ എയർ കണ്ടീഷനിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷനാണ് പിന്നീട് നമ്മൾ നമ്മുടെ എന്താ പറയുക വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമുക്ക് എന്താ പറയുക റെഫർ ചെയ്ത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അയക്കുന്നത്. അത് ഇപ്പോൾ എയർ കണ്ടീഷനിങ്ങിന് നോർമലി പറയുന്നത് ASHRAE ആണ്, അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പറഞ്ഞിട്ട്. അതാണ് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡും. അതിൻ്റെ തന്നെ ഒരു ഇന്ത്യൻ വേർഷൻ ISHRAE എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ISHRAEയും ASHRAEയും രണ്ട് സ്റ്റാൻഡേർഡ്സ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് HVAC റിലേറ്റഡ്, അതായത് എയർ കണ്ടീഷൻ റിലേറ്റഡ് ആയ എന്തൊക്കെ കാര്യം പഠിക്കണോ അതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ എയർ കണ്ടീഷനിങ്ങിൽ വരുന്ന ഒരു കോമ്പണന്റ് ആണ് ഡക്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ട്. ആ ഡക്റ്റിങ്ങിന് സ്മാക്ന എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൻ്റെ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ ഡെപ്തിൽ എങ്ങനെ പഠിക്കാൻ പറ്റും എയർ കണ്ടീഷനിങ്ങിനെ കുറിച്ച്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് സൈഡിൽ നിങ്ങൾക്കൊരു ബേസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ബുക്സ് ഉണ്ട്. ഒന്ന് തെർമോഡൈനാമിക്സും മറ്റത് റിഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങും. അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പല വെബ്സൈറ്റ്സ് ഉണ്ട്, അതുപോലെ മറ്റു ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്ക് HVACയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് കാൽക്കുലേഷൻസ്, അതുപോലെ പമ്പ് ഹെഡ് കാൽക്കുലേഷൻസ്, ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ, നോർമലി എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്നൊരു ഫീൽഡിൽ അതൊരു പാക്കേജ് ഓഫ് കുറേ സർവീസസ് ആണ്. അതായത് എയർ കണ്ടീഷനിങ് ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, പിന്നെ എക്സോസ്റ്റ് ഡക്ട് ഉണ്ട്. അങ്ങനെയുള്ള പല സർവീസസും കൂടി കമ്പൈൻഡ് ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ് ഈ HVAC എന്ന് പറഞ്ഞാൽ. സോ അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എല്ലാവരും വിചാരിക്കും നോർമലി തണുത്ത കാറ്റ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നോർമലി ഒരു റൂമിനകത്ത് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഉള്ള എയറിനെ നമ്മൾ തണുപ്പിക്കുകയും കൂട്ടത്തിൽ അവിടേക്ക് ഓക്സിജന്റെ കണ്ടന്റ് കൊടുക്കുകയും വേണം. അതിന് പറയുന്നതാണ് ഫ്രഷ് എയർ ഇൻടേക്ക് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾ ചെയ്താലാണ് ആ റൂമിൽ ഒരു പെർട്ടിക്കുലർ ആ ഹ്യൂമൻ ബീങ് കംഫർട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ ആർക്കും ഇല്ല കുട്ടികൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ പാസ് ഔട്ട് ആവുന്ന ഏത് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനും അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികൾ ടെസ്റ്റിന് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ വെച്ചിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ തെർമോഡൈനാമിക്സും റിഫ്രിജറേഷനും പിന്നെ സ്റ്റാൻഡേർഡ്സ് ASHRAEയും ISHRAEയും സ്റ്റാൻഡേർഡ്സ് നോക്കി അതിൻ്റെ PDFs ബുക്സും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 45% ഉള്ള സ്റ്റഡി കണ്ടന്റ് കിട്ടും. നിങ്ങൾക്കൊരു ജനറൽ കോൺസെപ്റ്റ് കിട്ടും എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങളും എന്തൊക്കെയാണ് ബേസിക് ലെവലിലുള്ള കാര്യങ്ങളും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ ടൂൾസ്
അല്ലെങ്കിൽ പ്രാക്ടീസസ് ആണ് ഇൻഡസ്ട്രിയിലുള്ളത്, വിച്ച് നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട് HVAC ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ. അതായത് ഇപ്പോൾ ഡക്ട് സൈസ് സോഫ്റ്റ്വെയറുകളുണ്ട്, അതുപോലെ പൈപ്പ് സൈസിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, പിന്നെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് HVAC ഡിസൈനിങ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ എളുപ്പത്തിലാകാൻ പറ്റുക.